ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കളമശ്ശേരി അപ്കമിംഗ് സീപോർട്ട് എയർപോർട്ട് റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി തീരാനുള്ളത്. ആ വർക്കുകൾ തീർന്നു വരുമ്പോഴേക്കും നമ്മുടെ ഈ കാണുന്ന ആലുവ കുന്നത്തേരിയിലുള്ള വീട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡിസ്റ്റൻസ് കൂടെ പറയുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് എലിവേഷൻ ഓൾറെഡി ആദ്യം കണ്ടതാണ് എങ്കിൽ നമുക്കൊന്നും കൂടെ കണ്ടിട്ട് വരാം. ഇവിടെ നിന്ന് നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 16 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ ഇവിടെ വളരെ അടുത്താണ്. ഏകദേശം 5.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് 9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് മെട്രോ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് മുട്ടം മെട്രോ, അമ്പാട്ടുകാവ് മെട്രോയിലേക്കെല്ലാം തന്നെ ഏകദേശം 3.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് മെയിൻ റോഡിലേക്ക്, അതായത് ബസ് റൂട്ടിലേക്കുള്ളൂ. വെറും 50 മീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ മതിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബോർഡർ ലൈൻ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള പില്ലറുകളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ആ ഒരു പോർഷൻ ഇവിടേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ കാർ പോർച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇന്നോവ പോലുള്ള ഒരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒരു ചെറിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടല് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഇവിടെ ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് മാത്രമേ നമുക്ക് വീടിനകത്തേക്ക് എൻ്റർ ചെയ്താൽ മതിയെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് കാണുന്ന ചെറിയൊരു സ്പേസ് തുറന്നാൽ നമുക്ക് 2 വീലേഴ്സ് എല്ലാം എൻ്റർ ചെയ്യാവുന്നതാണ്. എന്നാൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റബിൾ ആയ ഒരു ഗേറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ കണ്ടതാണ്. ഫുള്ളായിട്ട് ടെക്സ്റ്റൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഭംഗിയുള്ള പെയിന്റിങ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് ഗേറ്റ് തുറന്ന് കയറി റൈറ്റ് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാർ ഇടാം. അതുകൂടാതെ 2 വീലറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് കിണർ കിട്ടുന്നത്. ഇവിടെ വെള്ളത്തിന് 2 സോഴ്സ് ആണുള്ളത്. കിണറുണ്ട്, അതുകൂടാതെ KWയുടെ വാട്ടർ കൂടിയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ധാരാളം സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഹാഫ് പോർഷനോളം നമുക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചന്റെ ഒരു ബാക്ക് സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് വീട് റൗണ്ട് ചെയ്ത് ബാക്ക് സൈഡിലൂടെ കടന്നു പോകാവുന്നതാണ്. വാസ്തുപരമായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് സൈഡിലെല്ലാം തന്നെ ആവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടാണ് വീട് മിഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് കയറിയിട്ടുള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡാണ് ഇനി കാണേണ്ടത്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സൈഡ് എത്തുന്നത് വരെ ഇതുപോലെ തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 സൈഡിലൂടെയും നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ഈ ഒരു ടൈലിട്ട ഏരിയ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടേക്ക് നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെടികൾ നടണമെങ്കിലോ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കണവർക്കും എല്ലാവർക്കും നല്ല അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് വീടിന്റെ ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരു 3 ചെയറുകൾ വരെ ഇവിടെ ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കാർപോർച്ചിന്റെ പില്ലർ ആണെങ്കിലും ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കാണാം നമുക്ക് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു നമ്മുടെ സിറ്റ് ഔട്ടിന്റെ റൂഫിലാണെങ്കിൽ പോലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ഭാഗത്ത് നമുക്കൊരു നല്ല ഷോ ലൈറ്റും കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ ഇതാണ്. ഇതിന്റെ ദർശനം വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, കിഴക്ക് ഫേസിംഗ് ആയിട്ടാണ് ഡോറിന്റെ ദർശനം വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ഈ കാണുന്ന ഡോറ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ മെയിൻ റൂമിലാണ്, അതായത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. മെയിൻ ഡോർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ താഴത്തെ മെയിൻ ഡോർ കണ്ടു, അതുപോലെ മുകളിൽ നമുക്കൊരു മെയിൻ ഡോർ വരുന്നുണ്ട്. പുറത്തേക്കുള്ള 2 ഡോറുകളും കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിതൊക്കെ എടുത്തു പറയാനുള്ള കാരണം, നമുക്ക് വീടുകൾ പലതരത്തിൽ ചെയ്യാം. നല്ല ക്വാളിറ്റി ആയിട്ടും ചെയ്യാം, ഏകദേശം ഒരു മീഡിയം ക്വാളിറ്റിയിലും ചെയ്യാം. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീടുകളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ വയറിംഗ് കേബിളുകളൊക്കെ വരുന്നത് RR കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് വരുന്നത് LEസിന്റെ സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈവൻ പെയിന്റിന്റെ കാര്യത്തിൽ പോലും നല്ല ശ്രദ്ധ കൊടുത്തിട്ടാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ പെയിന്റിനായിട്ട് ഏഷ്യൻ പെയിന്റ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മെയിനായിട്ട് ജാഗ്വാറിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് ഇവിടെ നമുക്ക് ടൈലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലും വീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു കളറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലാണ്. 2 ഗ്ലാസ് ബോണ്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലാസ് പോലെ മിന്നുന്ന ടൈപ്പ് ഓഫ് ടൈലും അപ്പോക്സി ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസും ആണ് കിട്ടുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പെയിന്റിങ് കൊടുത്തിരിക്കുന്ന ഒരു വോളാണ്. അത് ആക്ച്വൽ പെയിന്റിങ് തന്നെയാണ്, നമ്മളത് എടുത്തു പറയേണ്ടതാണ്. ആ പെയിന്റ് വന്നിട്ടാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് നമുക്കൊരു ഷോ ലൈറ്റ് കാണാം. അതുകൂടാതെ ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഫാൻ ഫിറ്റിങ്ങും എല്ലാം ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. പ്ലൈവുഡിലെ മൈക്ക ഫിനിഷ് ആയിട്ടാണ് ഈ കാണുന്ന പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ധാരാളം ഓപ്പൺ ഷെൽഫുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ഏകദേശം ഒരു 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം, അവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് വന്നിട്ട് നമുക്ക് കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷോട് കൂടിയിട്ട് താഴെ ധാരാളം ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളും മുകളിൽ ഓപ്പൺ ഷെൽഫും ഒക്കെ ആയിട്ടാണ് TV യൂണിറ്റ് ഭംഗിയാക്കിയിരിക്കുന്നത്. TV യൂണിറ്റ് ഇരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും കാണാം, നല്ല ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സ് ആണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റൂമിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് വർക്കുകളാണ് ഇവിടുത്തെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടുമടുത്ത ഡിസൈനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ വരുന്നത്. ധാരാളം ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ലൈറ്റുകളെല്ലാം മാറി മാറി കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് ഇവിടെ ഫാൻ ഫിറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ നേരെ കയറി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്കിനി ഡൈനിങ് ഹാളിൽ ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കിയാൽ കാണാം, ഇവരതെല്ലാം തന്നെ ജാഗ്വാറിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു നമുക്ക് വാഷിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് കളറുകൾ സെലക്ട് ചെയ്തതിൽ പോലും വളരെ ഭംഗിയായിട്ടുള്ള നല്ലൊരു സെലക്ഷൻ ഇത് തന്നെയാണ് ഇതിന് ബിൽഡർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് നല്ല ഡിസൈൻ ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വരുന്ന പോർഷനിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലുള്ള കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്.
ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കാണാം ഇവിടെ എല്ലാം തന്നെ ചെറിയ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഭാഗം ഇതുപോലെ നമുക്ക് കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ കാണുന്ന ചെറിയ പോർഷനിൽ പോലും നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ കാണുന്ന ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രിപ്പോട് കൂടിയ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഏജ് ആയ ആളുകൾക്ക് പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ ഇറങ്ങിയപ്പോൾ ഒട്ടും സൂക്ഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഒട്ടും സ്ലിപ്പറി അല്ലാത്തൊരു ടൈലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. TV യൂണിറ്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് 2 ബെഡ്റൂംസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്ന ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇട്ടാൽ പോലും നമുക്ക് വീണ്ടും മറ്റുള്ള സാധനങ്ങൾ വയ്ക്കാനായിട്ട് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നിന്നുള്ള വർക്കുകളൊക്കെ കുറച്ച് കണ്ടിന്യൂ ചെയ്ത് താഴെ ഭാഗം വരെ വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്ക് സൈഡിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിന്റെ ഡോർ വരുന്നത്. നമുക്ക് ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളമൊന്നും പുറത്തേക്ക് തെറിച്ചു വരാതിരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് ബാത്റൂമിനകത്തെ ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനെ ഫേസ് ചെയ്ത് ഈ ഒരു സൈഡിലായിട്ടാണ് താഴത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും റൂഫിൽ വളരെ ഭംഗിയുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് ഫാൻ ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ പോലെ തന്നെ താഴേക്ക് സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയ രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂമിനകത്തും അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കൂടെ എൻട്രൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാൻ നമ്മൾ അധികം ഒന്നും കാണാത്ത ഒരു റെയർ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ മൈക്ക ഫിനിഷോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറിൽ വരുന്ന ടൈലുകളൊക്കെ നോക്കിയാലും നല്ല വൈറ്റ് കളറിലെ ഡിസൈനർ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ട് നല്ല വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ഗ്യാസ് സ്റ്റവ് ഇവിടെ കിട്ടുന്നുണ്ട്. 3 ബർണർ ആയിട്ടുള്ള പ്യൂർ ഫ്ലെയിംസിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഡോഹോട്ടിന്റെ തന്നെ ഒരു ചിമ്മിണി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെയൊക്കെ നമുക്ക് ഈ ചിമ്മിണി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പല റേഞ്ചിന്റെ യൂസ് ചെയ്യാം. എബോവ് 40,000 വരുന്ന ആ ഒരു ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനത് എടുത്ത് പറയാനുള്ള കാരണം നമുക്ക് ഇതെല്ലാം പല റേറ്റിൽ ചെയ്യാം, പല ക്വാളിറ്റിയിൽ ചെയ്യാം. അപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു വീടിന്റെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് എമൗണ്ട് അടക്കം നിങ്ങളോട് എടുത്തു പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാരണം നമുക്ക് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പല രീതിയിൽ പല ഡിഷസ് ഒക്കെ നമുക്ക് വെക്കാവുന്ന ആ ഒരു സ്പേസ് ആണ് എല്ലാത്തിനകത്തും തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ പാത്രങ്ങൾ വെക്കാനായിട്ട് അതിന്റെ ഷേപ്പും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇതിന്റെ ബിൽഡർ വളരെ ഭംഗിയായിട്ടാണ് ഇതിനകത്തുള്ള ഓരോ ഓപ്പണിങ്സും ചെയ്തിരിക്കുന്നത്. കിച്ചണകത്ത് നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇതിന്റെ റൂഫിൽ നോക്കിയാൽ പോലും നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ഫാൻ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഡോർ വരുന്നത് ഇവിടുത്തെ പുറത്തെ സ്പേസിലേക്കാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് നല്ല ഓപ്പൺ സ്പേസ് കിട്ടുന്നുണ്ട്. വളരെ നീറ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു. ഇവിടെ എല്ലാം തന്നെ ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടാണ് ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്.
മുകളിലേക്ക് കയറി വരുന്ന വഴിക്ക് സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ബ്ലാക്ക് കളറിലുള്ള നല്ല ഗ്രിപ്പുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മുകൾ വശം വരെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് സേഫ് ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് അവിടെയായിട്ട് വലിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ടഫന്റെ ഗ്ലാസ് ഉണ്ട്. അത് കൂടാതെ അതിന് ഇന്നർ പോർഷൻ വന്നിട്ട് തന്നെ അയണിൽ വളരെ ഭംഗിയായിട്ടും സേഫ് ആയിട്ടുമാണ് അവിടെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുന്ന വഴിക്ക് നേരെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം ഭംഗിയുള്ള 2 ഹാങ്ങിങ് ഷാൻഡിലിയറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും നമുക്ക് ഭംഗിയുള്ള 2 ഷോ ലൈറ്റും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമാണ് തിരിയുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റ് പോർഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി നമുക്ക് 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഇവിടെ ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ബെഡ്റൂം ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ഈസി ആയിട്ട് ഇതൊരു ബെഡ്റൂം ആയിട്ട് കൺവെർട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ബിൽഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ബെഡ്റൂം സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബെഡ്റൂം വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടാണെങ്കിൽ പോലും എന്താക്കി വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയനെ കൺവെർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഹാളിന്റെ ആണെങ്കിലും മുകളിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള റൂഫിംഗ് വർക്കുകളും ഫാൻ ഫിറ്റിങ്ങും ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോറ് പുറത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. വീട്ടിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡിലേക്കുള്ള വ്യൂ ആണ് കിട്ടുന്നത്. സൈഡെല്ലാം തന്നെ വളരെ സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിൽ നമുക്ക് നല്ലൊരു LED ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സൈഡെല്ലാം കാണാം. സൈഡിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ റൈറ്റ് സൈഡിലുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം കാണേണ്ടത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. യൂട്ടിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം വളരെ വലിയ ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് ടൈലുകളൊക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ സ്പേസും അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ആണ് നമ്മൾ കാണാറ്. നമുക്ക് അത്യാവശ്യം വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അതിന് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ യൂട്ടിലിറ്റി സ്പേസിന്റെ ഫ്ലോർ നോക്കുവാണെങ്കിൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ വരുന്ന വൈറ്റിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഏരിയ ഫുൾ ആയിട്ട് ഇതേ ടൈലുകൾ തന്നെയാണ് ഇട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും റൂഫ് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും ഒക്കെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ എല്ലാ സൈഡുകളിലും തന്നെ നെറ്റൊക്കെ വിരിച്ചിട്ട് നമുക്ക് പക്ഷികളൊന്നും കയറാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആ ഒരു കോർണർ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാം വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ആ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും അറേഞ്ച്മെന്റ്സും എല്ലാം ആ ഒരു പോർഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വീടുകളിൽ നമ്മൾ കാണുമ്പോൾ ഒരു 3 BHK വീടാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ബെഡ്റൂം ആണ് നമുക്ക് കിട്ടാറുള്ളൂ. അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 3 ബെഡ്റൂമിന്റെ വീട് ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ വേണമെന്നുള്ളത്. ബിക്കോസ് അവർക്ക് ഏജ് ആയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും താഴെ 2 ബെഡ്റൂമുകൾ ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ വീട് തന്നെയാണിത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമും കിട്ടുന്നുണ്ട്. 4മതൊരു ബെഡ്റൂം കൂടി നമുക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് ഇട്ടാൽ പോലും വീണ്ടും ധാരാളം സ്പേസ് കിട്ടുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിലും ഭംഗിയായൊരു പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം നല്ല ഡിസൈനോട് തന്നെയാണ് ഈ ഒരു പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും 2 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാർഡ്രോബ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാതെ അകത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന്റെ വലുപ്പം ഒട്ടും നഷ്ടമാവാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിലേക്ക് വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കുള്ളത്. കളമശ്ശേരിയിലുള്ള അപ്കമിംഗ് സീപോർട്ട് റോഡിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ആലുവ, ഇടപ്പള്ളി, കളമശ്ശേരി, കാക്കനാട് എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.5 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2100 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 3 BHK വീടാണ്. 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. 2 ബെഡ്റൂമുകൾ താഴെയും 1 ബെഡ്റൂം മുകളിലുമാണ് കിട്ടുന്നത്. 4മതൊരു ബെഡ്റൂം ആയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും എല്ലാ ഓപ്ഷൻസും റെഡിയാണ്. ജസ്റ്റ് ഒരു ഡോർ മാത്രം വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ നമുക്കൊരു 4 BHK ആക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൂടി ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ 2 വീലേഴ്സിനായിട്ട് മറ്റ് സ്പേസുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ഡ്രിങ്കിങ് വാട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ വാട്ടർ ഉണ്ട്. അതുകൂടാതെ KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് റോഡിനടുത്ത് വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്ന പ്രൈസ് 83 lakhs ആണ്. 83 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മറ്റൊരു പ്രത്യേകത ഞാൻ എടുത്തു പറയുകയാണ്. മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോകളും തന്നെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓണർ പറയുന്ന പ്രൈസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീടെന്നല്ല മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്ന ഏത് വീട് ഇഷ്ടപ്പെട്ടാലും ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് നെഗോസിയേഷൻ നമ്മളായിട്ടല്ല നടത്തുന്നത്. നിങ്ങൾക്ക് ഇതിന് ഡയറക്റ്റ് ബിൽഡർ ആയിട്ട് നേരിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് പ്രൈസ് നെഗോസിയേഷൻസ് ഒക്കെ നടത്തി നല്ലൊരു റേറ്റിൽ ലോണോടുകൂടി ആ ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ഫെസിലിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ സ്വന്തമാക്കാവുന്നതാണ്. 83 ലക്ഷം നെഗോഷ്യബിൾ പ്രൈസ് ഇട്ടിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ലേറ്റ് ആവേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.